പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. അതിനെ കർത്താവ് ഒരിക്കൽ കൂടി എന്നെ അനുവദിച്ചോർത്ത് ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ 2 ദിവസം താമസിച്ചു പോയി. പ്രിയപ്പെട്ടവരെ, ചില യാത്രകളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ പുറത്ത് ക്ലാസ് അല്പം താമസിച്ചു പോയിട്ടുണ്ട്. അതിൽ നമ്മളൊരു 3 വിഷയത്തെക്കുറിച്ചായിരുന്നു ഞാൻ നിങ്ങൾക്ക് ക്ലാസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് ശാപമുണ്ടോ ഇല്ലയോ, അതിനെപ്പറ്റി ഞാൻ ക്ലാസ് ഇട്ടിരുന്നു. പിന്നെ മറ്റൊന്ന് പരിശുദ്ധാത്മാവ് നിലനിൽക്കുമോ, നമ്മുടെ പൂർണ്ണത്തിൽ അച്ഛന് ശിരസിൽ കൈവച്ചു പരിശുദ്ധാത്മ നമുക്ക് കിട്ടി, അതങ്ങ് നിലനിന്ന് പോകുമോ, അതിൽ പരിശുദ്ധാത്മാവിൽ തന്നെ മരിക്കാൻ പറ്റുമോ, നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ പറ്റുമോ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി നമ്മൾ കണ്ടു. പരിശുദ്ധാത്മാവിനെ നിലനിർത്തണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്, വലിയ വിഷയമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടം വലിയ പ്രശ്നമാണ്. എങ്ങനെ പരിശുദ്ധാത്മാവിനെ നിലനിർത്തണമെന്നാണ് ആഗ്രഹിക്കുന്നു, അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നഷ്ടമാകുന്ന അവസ്ഥയിലാണ് നമ്മുടെ കണ്ണ്, കാത്, ചെവിയൊക്കെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വളരെ ശ്രദ്ധാപൂർവം, വളരെ സൂക്ഷ്മതയോടെ ജീവിച്ചാൽ പരിശുദ്ധാത്മാവിനെ നിലനിർത്താമെന്നും അതിൻ്റെ ചില കണ്ടീഷനുകളൊക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ വളരെ പരിശുദ്ധിയോടെ സൂക്ഷ്മമായി ശ്രദ്ധിച്ച് ജീവിച്ചാൽ പരിശുദ്ധാത്മാവിനെ നിലനിർത്താൻ പറ്റും. ഓക്കെ, അതങ്ങനെ നിൽക്കട്ടെ. അടുത്ത വിഷയത്തെപ്പറ്റി ഞാൻ പറഞ്ഞിരുന്നത്, നമ്മൾ AI റോബോട്ടിനെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകത്ത് നമ്മൾ ജീവിക്കുന്നത് AI റോബോട്ടിനെ നിർമ്മിച്ച് അതിനാദ്യം നിർമ്മിക്കാനുള്ള സംവിധാനങ്ങളെപ്പറ്റി ബുദ്ധിപരമായിട്ട് മനുഷ്യൻ ചിന്തിച്ചു. രണ്ടാമത് അതിന് നടക്കാൻ പറ്റുമോ എന്ന് ഉള്ള സംവിധാനം ചിന്തിച്ച് അതിനെപ്പറ്റി നടക്കുന്നതായിട്ട് അതിനെ ക്രമീകരിച്ചു കൊടുത്തു. മൂന്നാമത് സംസാരിക്കുന്നതായിട്ട് അതിനെ വരുത്തി തീർക്കാൻ വേണ്ടി ശാസ്ത്രം ഒരുപാട് അന്വേഷിച്ച് സംസാരിക്കുന്നതായിട്ട് കണ്ടെത്തി. 4, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുമോ, ഒരു മനുഷ്യനെ പോലെ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടു. അതെല്ലാം ചെയ്തു. അതങ്ങനെയൊക്കെ ചെയ്തു വരുമ്പോൾ ഇനി അടുത്ത തലത്തിലേക്ക് വന്നപ്പോഴാണ് റോബോട്ട് സ്ത്രീകൾ ജീവിത പങ്കാളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ, നേഴ്സായിട്ട്, വീട്ടിലെ ഭാര്യയുടെ സ്ഥാനത്ത് കൂട്ടുകാരായിട്ട്, ബോഡി ഗാർഡായിട്ടൊക്കെ അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള പരീക്ഷണങ്ങളും പഠനങ്ങളും നടത്തി. അതെല്ലാം വിജയിച്ചു. ഇപ്പോൾ AI റോബോട്ടിൻ്റെ സുന്ദരികളായ സ്ത്രീകളുമായിട്ട് ജീവിത പങ്കാളിയെപ്പോലെ ഉപയോഗിക്കുന്നതായിട്ടും മറ്റു രീതിയിലൊക്കെ ആയിട്ട് AI റോബോട്ട് സെക്സുകൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണാറുണ്ട്. ഇതെല്ലാം നമ്മളിപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അതിനിഗൂഢമായി ഒരു സംഭവം ലോകത്ത് ഒരുങ്ങി അത് ഭൂമിയിലേക്ക് കയറി വന്നിട്ടുണ്ട്. അതിനെപ്പറ്റി പറയുമ്പോൾ നമ്മളൊന്നും അറിയാതെ ഒരു സോദോം ഗൊമോറ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഭൂമിയിൽ ഒരു സോദോം ഗൊമോറ സൃഷ്ടിക്കപ്പെട്ട് അതിൻ്റെ ഏതാണ്ട് ഒരു ചെറിയ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ഉദ്ഘാടനം എല്ലാവർക്കുമായിട്ട് കിട്ടത്തക്ക രീതിയിൽ, അതായത് നമ്മളൊരു ഷോറൂമിൽ നിന്ന് ബൈക്ക് വാങ്ങുകയാണ്. വലിയൊരു ഷോറൂമാണ്. നമ്മൾ ബൈക്ക് മേടിക്കാൻ വേണ്ടി പോയി, അല്ലെങ്കിൽ മോട്ടോർ സൈക്കിൾ മേടിക്കാൻ വേണ്ടി പോയി, അല്ലെങ്കിൽ സ്കൂട്ടി മേടിക്കാൻ വേണ്ടി പോയി. വലിയ ആയിരക്കണക്കിന് സ്കൂട്ടികൾ അല്ലെങ്കിൽ മോട്ടോർ ബൈക്കുകൾ, ബുള്ളറ്റുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ ഇഷ്ടമുള്ളവരുടെ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ ആവശ്യം എന്താണോ, അതായത് പ്രവൃത്തി ചെയ്യാനാണോ, അതോ സെക്യൂരിറ്റി ആണോ, അതൊരു ഹോം നേഴ്സാണോ, അതൊരു ഭാര്യയെ പോലെയുള്ളതാണോ എന്നൊക്കെ നമ്മൾ തീരുമാനിച്ച് അതിന് തത്തുല്യമായൊരു പണം കൊടുത്ത് മാർക്കറ്റിൽ നിന്നും ഇത്തരം സ്ത്രീകളെയോ പുരുഷന്മാരെയോ കുട്ടികളെയോ യുവാക്കന്മാരെയോ യുവതികളെയോ ഒക്കെ റോബോട്ടിൻ്റെ രൂപത്തിൽ വാങ്ങാൻ പറ്റുന്നൊരു പശ്ചാത്തലത്തിലേക്ക് രോഗം എത്തപ്പെട്ടു. ഇപ്പോൾ തന്നെ ചിലരൊക്കെ എനിക്ക് അയച്ചു തരാറുണ്ട്, എൻ്റെ വാട്സപ്പിലേക്ക് അയച്ചു തരാറുണ്ട്. ഇത് ബ്രദറിനെ ഇത്ര രൂപ കൊടുത്തു കഴിഞ്ഞാൽ റോബോട്ടുകളെ കിട്ടാറായിട്ടുണ്ട്. അതിസുന്ദരികളായ സ്ത്രീകളെയാണ് കൂടുതലായിട്ടും വിറ്റഴിക്കുന്നതെന്നാണൊക്കെ അവർ പറഞ്ഞ് ഇട്ട് തന്നെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ വന്നാൽ എന്താണ് പ്രശ്നം? സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു യന്ത്രമല്ലേ, അത് നമുക്ക് ഉപയോഗിക്കാനുള്ളതല്ലേ. ഇപ്പോൾ അരിസ്ഥാനങ്ങൾ മേടിച്ചുകൊണ്ട് വരാൻ ഒരാളെ പറഞ്ഞു വിടാം, പറമ്പിൽ പണിയെടുക്കാൻ വേണ്ടി വിടാം, സെക്യൂരിറ്റി ആയിട്ട് വീണ്ടും ഉപയോഗിച്ച് നിൽക്കും, അല്ലെങ്കിൽ ഒരു നേഴ്സിനെ പോലെ പ്രവർത്തിക്കും. ഒക്കെ നല്ല കാര്യങ്ങളല്ലേ. പിന്നെന്താണ് പ്രശ്നം? പിന്നെന്താണ് ഇത്ര വേവലാതിപ്പെടുന്നത്? എന്താണ് പ്രശ്നം എന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും. എന്നാൽ ഇതിനകത്ത് വലിയൊരു സംഭവം നിഗൂഢമായിട്ട് നടക്കുന്ന ഒന്ന്, സോദോം ഗൊമോറയുടെ പുനരാവിഷ്കരിക്കൽ അഥവാ സോദോം ഗൊമോറ ഭൂമിയിലേക്ക് പതിയെ മുളച്ച് വന്ന് ഇങ്ങനെ പുഷ്പിച്ച് സോദോം ഗൊമോറ വിടർന്ന് അത് വളരെ ഫലദായകമായി അതിൻ്റെ ആകർഷണീയത, അതിൻ്റെ സുഖം, അതിൽ അന്തർലീനമായിരിക്കുന്ന നിഗൂഢ രഹസ്യങ്ങൾ, അതിൽ ആലേഖനം ചെയ്യപ്പെട്ടിരുന്ന ആസ്വാദനങ്ങൾ ഒക്കെ മനുഷ്യൻ കാണുകയും അത് ഇടപഴകുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ അവിടെ നടക്കുന്നൊരു വലിയ സംഭവത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ വെളിപാടിൻ്റെ പുസ്തകത്തിലാണ്
റോബോട്ടുകളെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. മറ്റ് ഗ്രന്ഥങ്ങളിൽ ഞാൻ ഇതുവരെ നോക്കിയിട്ട് എനിക്ക് അത്തരത്തിലൊരു ഒരു ഗ്രന്ഥത്തെ, ഈ വിശുദ്ധ ഗ്രന്ഥം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ഈ ഈ ബൈബിൾ മൊത്തമായിട്ട് ഞാൻ പഠിച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതലെന്നല്ല, റോബോട്ടുകളെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത് വെളിപാടിൻ്റെ പുസ്തകത്തിലാണ്. അത് അവിടെ എഴുതി വെച്ചിട്ട് 13-ാം അധ്യായത്തിലാണ്. വെളിപാട് 13-ാം അധ്യായം. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് വെളിപാട് 13:3 എടുത്ത് വായിക്കുമ്പോഴാണ് കൂടുതൽ മനസ്സിലാകുന്നത്. 4, മൃഗത്തിന് അധികാരം നൽകിയത് നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു. അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മൃഗത്തെയും ആരാധിച്ചു. ഈ മൃഗത്തെ പോലെ ആരുണ്ട്? ഇതിനോട് പോരാടാൻ ആർക്ക് കഴിയും? അപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മൃഗത്തിന് അധികാരം നൽകിയ നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു. ഒരു സർപ്പ ആരാധന. അതിന് പാമ്പിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ പാമ്പിനെ ആരാധിക്കുന്നതല്ലെന്ന് അർത്ഥം. അതിൻ്റെ ആത്മീയ അർത്ഥം എന്ന് പറയുന്നത് വ്യഭിചാരത്തെ ഇഷ്ടപ്പെടുക, വ്യഭിചാരത്തെ അംഗീകരിക്കുക. വിവാഹം എന്ന ആ സങ്കല്പം, അല്ലെങ്കിൽ വിവാഹം എന്ന യാഥാർത്ഥ്യം, കുടുംബം എന്ന യാഥാർത്ഥ്യം പതുക്കെ 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 ഭൂമിയിൽ നിന്ന് എടുത്തു മാറ്റുക, സമൂഹത്തിൽ നിന്ന് എടുത്തു മാറ്റുക, രാഷ്ട്രങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുക, സഭയിൽ നിന്ന് എടുത്തു മാറ്റുക. കുടുംബത്തിൻ്റെ ആവശ്യമില്ല. ഭാര്യ, അപ്പൻ, മക്കൾ, അതിൻ്റെ തലമുറകളായ കുടുംബങ്ങൾ നമുക്ക് ആവശ്യമില്ല. അങ്ങനെ കുടുംബമില്ലാതെ തന്നെ ഈ ലോകത്ത് ജനസമൂഹത്തെ നിലനിർത്തുക, കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുക. അങ്ങനെ വിവാഹവും കുടുംബവും ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളവരുമായിട്ട് നമുക്കൊരു പങ്കാളിത്തം വരും. ഇഷ്ടമുള്ള സ്ത്രീക്ക് ഇഷ്ടമുള്ള പുരുഷൻ്റെ കൂടെ, ഇഷ്ടമുള്ള പുരുഷന് ഇഷ്ടമുള്ള സ്ത്രീയുടെ കൂടെ, അങ്ങനെ നമ്മളിങ്ങനെ അങ്ങ് ജീവിക്കുക. ഇഷ്ടം പോലെ കാണുന്നതിൻ്റെ കൂടെയൊക്കെ പോകാം, കാണുന്നതിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കാവുന്നൊരവസ്ഥ വരുമ്പോൾ അതൊരു എന്നാൽ സർപ്പ ആരാധനയായിട്ട് മാറും. എന്ന് പറഞ്ഞാൽ ഒരു വ്യഭിചാര ആരാധനയായിട്ട് മാറും. വ്യഭിചാരത്തെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക്, അതായത് അശുദ്ധിയെ ശുദ്ധിയായിട്ട് കാണുക, വിവാഹത്തെ മാറ്റി വ്യഭിചാരത്തെ പുനഃസ്ഥാപിക്കുക. ക്രിസ്തു കൊടുത്ത വചനം, അല്ലെങ്കിൽ മോശയിലൂടെ ലോകത്തിനും ഇസ്രായേൽ ജനത്തിനും കൊടുത്ത 10 പ്രമാണങ്ങളിൽ വ്യഭിചാരം ചെയ്യരുത് എന്ന 6-ാം പ്രമാണത്തെ, വ്യഭിചാരത്തിൻ്റെ സ്ഥാനത്ത് വ്യഭിചാരം ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താണ്? ഇതിൻ്റെ വിവാഹം കഴിക്കണം. വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളുണ്ടാവണം, കുടുംബമുണ്ടാവണം. അപ്പോൾ കുഞ്ഞുങ്ങളും കുടുംബവും വിവാഹം എന്ന സംഭവം ഇല്ലാതെയായാൽ പിന്നെ അവിടെ വ്യഭിചാരം ചെയ്യരുതെന്ന് പറഞ്ഞാൽ വ്യഭിചാരം ചെയ്യാം എന്നുള്ളത്. അപ്പോൾ വ്യഭിചാരം ചെയ്യാം എന്നല്ല ലോകമോ സമൂഹമോ രാഷ്ട്രമോ പഠിപ്പിക്കുന്നത്. ഒരു സർപ്പത്തെ ആരാധിച്ചാൽ മതി. അപ്പോൾ സർപ്പ ആരാധന എന്ന് പറഞ്ഞ് ഒരു ആരാധന സംവിധാനം വരും. അതുകൊണ്ടാണ് കർത്താവ് വെളിപാട് 13:4 മൃഗത്തിന് അധികാരം നൽകുന്ന നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു. അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മൃഗത്തെയും ആരാധിച്ചു. അപ്പോൾ മൃഗമെന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം. മൃഗം ഒരു കാണ്ടാമൃഗം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കണ്ടവരെയൊക്കെ കൊല്ലുന്ന മൃഗം തന്നെ അർത്ഥം. കാണ്ടവത്തെ തോണ്ടി ആക്രമിക്കുക. അവൻ്റെ മുമ്പിലത്തെ കൊമ്പ് കൊണ്ട് ഇങ്ങനെ ഒരൊറ്റ പൂള് പൂളിയാൽ ആൾ മരിച്ചു പോകും. അങ്ങനെ തോണ്ടി കാണ്ടി ചെയ്യുന്ന കാണ്ടാമൃഗത്തിൻ്റെ മൃഗം, ആരെയും കൊല്ലുന്ന സ്വഭാവമുള്ള മൃഗത്തിൻ്റെ സ്വഭാവം. അല്ലെ കടുവ, സിംഹം, അവർക്ക് ഏതിരെ കണ്ടാലും ചാടി വീണ് കടിച്ച് പറിച്ച് തിന്ന് കൊന്ന് നശിപ്പിക്കും. അങ്ങനെ മൃഗസ്വഭാവമുള്ള, നശിപ്പിക്കുവാൻ കഴിയുന്ന, കൊല്ലുവാൻ കഴിയുന്ന അധികാരമുള്ള ഒരു രാഷ്ട്രമോ ആ രാഷ്ട്രത്തിൻ്റെ ആശയത്തെ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയോ ഈ ലോകത്ത് അധികാരത്തിൽ വരുമെന്നും, അങ്ങനെ അധികാരത്തിൽ വന്നു വരുമ്പോൾ അവർ വിവാഹം എന്ന സംഭവത്തെ എടുത്തു മാറ്റുമെന്നും, അങ്ങനെ എടുത്തു മാറ്റപ്പെട്ടാൽ പിന്നെ അവിടെ സർപ്പാരാധന നടക്കുമെന്നും, സർപ്പാരാധന എന്ന് പറയുന്നത് വ്യഭിചാരത്തിൻ്റെ എല്ലാ സംഭവങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു സംവിധാനമായിരിക്കുമെന്നും, അതിന് ചേർന്ന സംവിധാനങ്ങൾ ലോകത്ത് വരുമെന്നും വിശുദ്ധ ഗ്രന്ഥത്തിൽ വെളിപാടിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് അതിവിദൂരത്തല്ല. ഇതൊക്കെ നമ്മൾ കേൾക്കും വിചാരിക്കും അതൊക്കെ ഏതോ കാലഘട്ടത്തിൽ വരാനുള്ളതല്ലേ? അല്ല. ഈ വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ജീവശ്വാസം വരാൻ അതിന് അനുവാദം നൽകപ്പെട്ടു. പ്രതിമയ്ക്ക് സംസാരശക്തി ലഭിക്കാനും പ്രതിമയെ ആരാധിക്കാത്തവരെ കൊല്ലിക്കാനും വേണ്ടിയായിരുന്നത്. വെളിപാട് 14:15 വായിച്ചാൽ അതിൻ്റെ ബാക്കി അവിടെ എന്താണ്? ഈ മൃഗത്തിൻ്റെ പ്രതിമ എന്ന് പറയുന്നതാണ് ശരിക്കും റോബോട്ട്. അപ്പോൾ റോബോട്ടിൻ്റെ ഇപ്പോഴത്തെ ഉപയോഗമല്ല, ഇനി അതിൻ്റെ വിവാഹവും അതിൻ്റെ ആവശ്യങ്ങളുമായിട്ടുള്ള സമൂഹത്തിൽ മൊത്തമായിട്ടും ഉപയോഗിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്ന അവസ്ഥയാണ് സോദോം ഗൊമോറ ഭൂമിയിൽ പുനഃസ്ഥാപിക്കുന്നത്. ഈ സോദോം ഗൊമോറ 2030 കൂടി ഭൂമിയിൽ അധികാരത്തിൽ വരും, അല്ലെങ്കിൽ പൊതുവായിട്ട് വരും. 2030 സോദോം ഗൊമോറ പോലെ ഭൂമി ആയി മാറും. രാഷ്ട്രങ്ങൾ, സഭകൾ, കുടുംബങ്ങളെല്ലാം വ്യഭിചാരത്തെ ആരാധിക്കുന്നു, വ്യഭിചാരത്തെ ഇഷ്ടപ്പെടുന്നു. വിവാഹമില്ലാണ്ടായി, വിവാഹത്തിനുള്ള സങ്കല്പമില്ല, ലിവിങ് ടുഗദർ പോലെ ഇഷ്ടം പോലെ വന്നു, അല്ലെങ്കിൽ സുവർഗഭോഗത്തെ അംഗീകരിക്കുന്ന അവസ്ഥ വന്നു, അല്ലെങ്കിൽ ലൈംഗിക ആസ്വാദനത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും മാർക്കറ്റുകളിൽ വന്നു. അതിനുള്ള സ്റ്റാളുകൾ, അതിനുള്ള പഠനങ്ങൾ, അതിനുള്ള പ്രക്ഷേപണങ്ങൾ, അതിനുള്ള ചാനലുകൾ,
അതിനുള്ള രാഷ്ട്രീയ സംവിധാനങ്ങൾ, അതിനുള്ള മാർക്കറ്റിംഗ് സംവിധാനങ്ങളെല്ലാം ഭൂമിയിൽ വരും. അപ്പോൾ ഇഷ്ടമുള്ള ഒരു ബൈക്ക് അല്ലെങ്കിൽ ഒരു കാർ, ഇപ്പോൾ പൈസയുള്ള ഒരു 50 ലക്ഷം രൂപ കയ്യിലുള്ള ഒരാളിന് ഒരു കാറ് മേടിക്കണമെങ്കിൽ അവന് ഇഷ്ടമുള്ള സ്റ്റാളിൽ കൂടെ ഒക്കെ കയറി നടക്കും. എന്നിട്ട് അവൻ്റെ 50 ലക്ഷത്തിന് താഴെ വരുന്ന 35 40 42 ലക്ഷം 45 ലക്ഷം രൂപയുടെ നല്ലൊരു കാറ് കാശ് കൊടുത്ത് മേടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് പോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു നല്ല സുന്ദരിയായ ഒരു സ്ത്രീയെ വാങ്ങിക്കൊണ്ടുവരാവുന്ന സംവിധാനം ലോകത്ത് വരും. അതുകൊണ്ട് മൃഗത്തിന് അധികാര നൽകിയ നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു. സർപ്പ ആരാധന ലോകത്ത് മൊത്തമായിട്ട് വന്നു കഴിയുമ്പോൾ എന്തു സംഭവിക്കും? വിവാഹമെന്ന സത്യം ഭൂമിയിൽ നിന്ന് എടുത്തു മാറ്റപ്പെടും. അത് 5 വർഷം കൊണ്ട് കൂടി കഴിയുമ്പോൾ ഭൂമിയിൽ വരും. പക്ഷേ ഇതിപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും ഭൂമിയിൽ വന്നു കഴിഞ്ഞു. അതിനാൽ പ്രിയ സഹോദരനെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോഴാണ് കുടുംബം നിലനിൽക്കുന്നത്. ഈ കുടുംബമാണ് സമൂഹത്തെ, രാഷ്ട്രത്തെ, ലോകത്തെ നിയന്ത്രിച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുവന്നത്. അതായത് ഇപ്പോൾ ഓരോ രാഷ്ട്രത്തിനും അതിൻ്റേതായ തത്വസംഹിതകളും നിയമങ്ങളും ആശയങ്ങളുമുണ്ട്. ആ ആശയങ്ങളും തത്വസംഹിതകളും നിയമങ്ങളുമാണ് ആ രാഷ്ട്രത്തെ നിലനിർത്തുന്നത്. അത് അമേരിക്ക രാഷ്ട്രം, യൂറോപ്യൻ രാഷ്ട്രം, ചൈനയ്ക്ക്, റഷ്യയ്ക്ക് അതിൻ്റേതായ തത്വസംഹിതകൾ, അതിൻ്റേതായ കുടുംബ സംവിധാനങ്ങൾ, നിയമങ്ങൾ, വിവാഹം, കുഞ്ഞുങ്ങൾ, ഇന്ത്യയുടെ സംവിധാനങ്ങൾ, ഓരോ രാഷ്ട്രത്തിനും അതിൻ്റെ എല്ലാം പൊതുവായി പറയുമ്പോൾ പൊതുവായി ഒരു നിയമമുണ്ട്. സമൂഹ നിയമം അല്ലെങ്കിൽ ലോക നിയമം എന്ന് പറയും. ഇപ്പോൾ ഒരു രാഷ്ട്രത്തിൽ മറ്റൊരു രാഷ്ട്രത്തിലേക്ക് ചെല്ലണമെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരാണോ അല്ലെങ്കിൽ ചോദിക്കാറുണ്ട്. ഭാര്യയാണെങ്കിൽ ഭാര്യ, അല്ല ഭർത്താവാണെങ്കിൽ ഭർത്താവ്, വിവാഹമാണോ കഴിച്ചതാണോ അല്ലയോ അല്ല സിംഗിളാണ് സിംഗിൾ, വിവാഹം കഴിച്ചതാണ് കഴിച്ചത്. അപ്പോൾ അങ്ങനെ എല്ലാം ചോദിക്കുന്നത് എല്ലാം അടിസ്ഥാനത്തിൽ വിവാഹത്തിന് അടിസ്ഥാനമാണ്. വിവാഹം എന്നത് ഭൂമിയിൽ നിന്ന് എടുത്തു മാറ്റിയാൽ, അത് സർപ്പ ആരാധന ലോകത്ത് മൊത്തമായിട്ട് വന്നാൽ എന്തു സംഭവിക്കും? വിവാഹമില്ലാതായി വന്നാൽ എന്താണ് പ്രശ്നം? പിന്നെ നമുക്ക് സുഖമല്ലേ, ഇഷ്ടമുള്ളവരെ കൂടി ജീവിക്കാമല്ലോ എന്നല്ല നമ്മുടെ സങ്കല്പം. പക്ഷേ ആ സങ്കല്പം, മനുഷ്യ സങ്കല്പം അവിടെയല്ല പ്രശ്നമാകുന്നത്. ഇത് അങ്ങനെ വരുമ്പോൾ അത് സോദോം ഗൊമോറ പോലെ ഒരു വിശുദ്ധി, നിയമം, സഭ, ദൈവം, നന്മ, സാമൂഹിക നിയമങ്ങൾ ഇല്ലാതെ വരുന്ന ഒരു സംവിധാനം ഭൂമിയിൽ വന്നാൽ വലിയ കുടുംബ തകർച്ചകൾ, കലാപങ്ങൾ. എൻ്റെ ഭാര്യ മറ്റൊരു പുരുഷനോട് പോയി അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോട് കൂടെ പോയി എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചോദ്യം ചെയ്യും. അപ്പോൾ അവർ തമ്മിൽ തല്ലും, വെട്ടും കുത്തുമാവും, അല്ലെങ്കിൽ ആത്മഹത്യയാവും. അങ്ങനെ കുടുംബങ്ങളെ ശിഥിലമാക്കുന്ന ഈ സംവിധാനം 2030 കാലഘട്ടങ്ങളിൽ ഭൂമിയിൽ അധികാരത്തിൽ വരുമെന്നും, അങ്ങനെ വരുമ്പോൾ അത് വലിയ ദുരന്തങ്ങൾ, അപകടങ്ങൾ, വലിയ കലാപങ്ങൾ, വലിയ കൊലപാതകങ്ങൾ, വലിയ വ്യഭിചാര പ്രവൃത്തികൾ ഭൂമിയിലുണ്ടാകുമെന്നും കർത്താവ്. ഇത് വെളിപാട് 13 അധ്യായം അതിൻ്റെ 4-ാം തിരുവചനം അതെടുത്ത് നിങ്ങൾ വായിച്ചാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതിൻ്റെ സംവിധാനങ്ങൾ ഇതിൽ തന്നെ കുറേ കൂടെ വെളിപ്പെടുത്തലുണ്ട്. പക്ഷേ അത് നമുക്കതിപ്പോൾ പറയാൻ അത്ര നമുക്ക് സാധിക്കില്ല, അങ്ങനെ എല്ലാം തുറന്നു പറയാൻ പറ്റില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത്ര മനസ്സിലാക്കുക, നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മുടെ പെൺമക്കൾ, നമ്മളൊരു പെൺകൊച്ചിനെ ജന്മം കൊടുത്ത് 10, 18, 20, 22 വയസ്സ് വരെ പഠിപ്പിച്ച് അതിനെ നല്ല നിലയാക്കി, നല്ല സുന്ദരിയാക്കി, മിടുക്കിയാക്കി, ഒരു യോഗ്യതയുള്ള പെൺകുഞ്ഞാക്കി വരുമ്പോൾ ആ പെൺകുഞ്ഞ് നമ്മുടെ കയ്യിൽ നഷ്ടമാകുന്ന അവസ്ഥ വരും. ഒരു ആൺകുഞ്ഞിനെ നമ്മൾ തയ്യാറാക്കി അവനെ വിവാഹം കഴിക്കാൻ ഒരു പെൺകുഞ്ഞില്ല എങ്കിൽ അവൻ നമുക്കെതിരെ തിരിയുന്ന അവസ്ഥ വരും. അങ്ങനെ മാതാപിതാക്കന്മാർ, അപ്പനും മക്കളും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ വരും. അത് തന്നെയുമല്ല, നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന പെൺകുഞ്ഞിനെ നമുക്ക് നഷ്ടമാകുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖവും ദുരിതവും ചെറുതാണോ? അത് അവർക്ക് ഇഷ്ടമുള്ളവരോട് പോകും. എനിക്ക് വിവാഹം വേണ്ട, പക്ഷേ ഞാനൊരു പുരുഷൻ്റെ കൂടെയാണ് താമസിക്കുന്നത് എന്ന് വരുന്ന അവസ്ഥ. മറ്റൊരു സംഭവം, എനിക്ക് മകനുണ്ട്, അല്ലെ ഒരു മക്കളുണ്ട്, ആൺമക്കളുണ്ട്, അവർ കല്യാണം കഴിച്ചില്ല, പക്ഷേ അവരെന്തോ സാധനത്തിൽ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു, ഒരു നല്ല സുന്ദരിയായ പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. ആരാണെന്ന് ചോദിക്കുമ്പോൾ അവർ ഇതെൻ്റെ ഭാര്യ എന്ന് പറയുന്നത്. പക്ഷേ മനുഷ്യ ശരീരമല്ല, അല്ല മനുഷ്യ വ്യക്തിയല്ല, പക്ഷേ മനുഷ്യ ശരീരം പോലെ ഇരിക്കുന്ന അവസ്ഥ. ഇതൊക്കെ മനുഷ്യന് സങ്കല്പിച്ച് നോക്കുക. തൻ്റെ വീട്ടിലോട്ട് കയറി വരുന്ന വ്യക്തി, ആ വ്യക്തിയുമായിട്ട് സംഭാഷണം നടത്തുന്നു, ചാറ്റിംഗ് നടത്തുന്നു, ആ വ്യക്തി ഒരു മനുഷ്യനല്ല എന്ന മനുഷ്യൻ പോലിരിക്കുന്ന സംഭവം. ഇത് സോദോം ഗൊമോറ. ഇത് കർത്താവ്, സർവശക്തനായ ദൈവം പ്രപഞ്ചത്തിലിരുന്നു കൊണ്ട് ഇത് കണ്ട്, സോദോം ഗൊമോറ പോലെ ഭൂമി ആയാൽ കർത്താവിൻ്റെ ക്രോധം ഇറങ്ങി വരുമെന്നും, അങ്ങനെ സോദോം ഗൊമോറയെ, പഴയ നിയമകാലത്തെ സോദോം ഗൊമോറയെ തീയും ഗന്ധവും ഇറക്കി സർവശക്തനായ ദൈവം ഭൂമിയെ, ആ നഗരങ്ങളെ കത്തിച്ച് ചാമ്പലാക്കിയതുപോലെ ഇനി ലോകം മുഴുവനും ഒരു സോദോം ഗൊമോറ ആയിക്കഴിയുമ്പോൾ ലോകത്തെ മൊത്തം കർത്താവായ ദൈവം ആണവ ആയുധങ്ങളെ പൊട്ടിച്ചുകൊണ്ട്, അത് ഒരു 1, 2, 5, 10 ഒന്നുമല്ല, 10,000 ആണവ സ്ഫോടനങ്ങൾ ഭൂമിയിലുണ്ടാവുകയും ഭൂമി എന്ന ഈ കണ്ണുകൊണ്ട് കാണുന്ന സംവിധാനം എന്നേക്കുമായി ഒരു അഗ്നിഗോളമായിട്ട് മാറുകയും ചെയ്യും. നമുക്കറിയാം, ആണവ സ്ഫോടനം നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ തീ അങ്ങ് അണഞ്ഞു പോകുന്നില്ല.
അത് 2, 4, 4, 8, 8, 16 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആണവ സ്ഫോടന ശക്തി ഇങ്ങനെ കൂടി 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 വരികയാണ്. അപ്പോൾ വലിയ ദുരന്തമായിട്ട്, അത് വലിയൊരു ഭീമാകാരമായ സൂര്യൻ ഭൂമിയിലേക്ക് വന്നതുപോലെ ഭൂമി ഒരു തീ ഗോളമായിട്ട് മാറുമെന്ന് വിശദീകരണം പറയാം. അതാണ് അഗ്നി തടാകമെന്നൊക്കെ വിശദീകരണത്തിൽ വെളിപാടുകൾ എഴുതിപ്പെട്ടിരിക്കും. ഇതൊക്കെ യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ടവരെ. ഇതൊക്കെ ആ സംഭവം അങ്ങ് മുന്നിൽ നടക്കുമ്പോഴേ നമുക്കിത് അയ്യോ ഇത് സത്യമായിരുന്നല്ലോ, ഇത് ശരിയാണോ, ഇതൊക്കെ ശരിയായിരുന്നല്ലോ എന്ന് നമുക്ക് ചിന്തിക്കാൻ തോന്നുന്നത് അന്നേരമാണ്. ഇപ്പം നമുക്കിത് പറയുമ്പോൾ നമുക്ക് തിന്നാനും കുടിക്കാനും ഉണ്ട്, കിടക്കാനുണ്ട്, വണ്ടി യാത്ര ചെയ്യാനുണ്ട്, പണമുണ്ട്, ജോലിയുണ്ട്, നമുക്കിതൊരു പ്രശ്നമല്ല. ഇനിയിപ്പോൾ സർക്കാരിനെ വന്നാൽ ആർക്കെന്ത് ചെയ്യണം, വന്നില്ലെങ്കിൽ ആർക്കെന്ത് ചെയ്യണം, എനിക്ക് സ്വസ്ഥമായിട്ട് ജോലിയുണ്ട്, ആ ജോലി ചെയ്ത് ഞാൻ പണം ഉണ്ടാക്കുന്നു, ഞാൻ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു. പക്ഷേ എന്നാൽ പ്രിയപ്പെട്ട സഹോദരനെ, കർത്താവ് ഈ പണത്തിൻ്റെ മേശയെ തട്ടിമറിക്കും. ഇപ്പോൾ തന്നെ തട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ രാഷ്ട്രങ്ങളിലും നിന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ജോലി നഷ്ടപ്പെട്ട അവസ്ഥകൾ, വീണ്ടും ജോലി ലഭിക്കാത്ത അവസ്ഥകളൊക്കെ വരികയാണ്. അങ്ങനെ വരുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള തകർച്ച വൻ തകർച്ചയായിട്ട് വരും. ഈ സോദോം ഗൊമോറ ഭൂമിയിൽ പ്രസ്താവിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റേതായ പരിണിത ഫലങ്ങൾ ഭൂമിയിലുണ്ടാവുകയും വലിയ ദാരിദ്ര്യം, കൊടിയ ആഭ്യന്തര പ്രശ്നങ്ങളും വലിയ ക്രമസമാധാന തകർച്ചയും ഭൂമിയിലുണ്ടാവുകയും അതെല്ലാം വലിയ യുദ്ധത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്ത് ഭൂമി എന്ന സത്യം എന്നേക്കുമായിട്ട് ഇല്ലാതെയാവുകയും പാതാളം എന്ന പരമയാഥാർത്ഥ്യം പൊന്തി ഉണർന്ന് കണ്ണുകൊണ്ട് കാണാവുന്ന രീതിയിൽ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ലോകം അവസാനിക്കുകയാണ്. അതിനുശേഷം 2033 വരെ യുഗാന്ത്യത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുത്തു വരുന്ന കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഇനി കണ്ടുപിടിക്കാൻ ഭൂമിയിലുണ്ടായിരുന്ന ഒരേ ഒരു സംഭവം ഒന്ന് ഈ കമ്പ്യൂട്ടറായിരുന്നു, അതായത് ഈ റോബോട്ടുകളായിരുന്നു. അത് കണ്ടുപിടിക്കപ്പെടുകയും ഇനി അതിൻ്റെ തന്നെ മറ്റൊരു രീതി വരുന്നുണ്ട്, ക്വാണ്ടം കമ്പ്യൂട്ടർ എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ തന്നെ കുറച്ചുകൂടെ ഉയർന്ന ഗ്രേഡ് വരുന്നുണ്ടെന്നാണ് പറയപ്പെടുക. അതൊന്നും ഇപ്പോൾ നിർവഹിക്കപ്പെട്ടിട്ടില്ല. അതുകൂടെ വന്നു കഴിഞ്ഞാൽ മനുഷ്യനെ കൊല്ലുവാൻ പ്രത്യേകിച്ച് ആയുധങ്ങളൊന്നും ആവശ്യമില്ല. റോബോട്ടിനോട് പറഞ്ഞാൽ അവൻ പോയിട്ട് കൊന്നിട്ട് വരും, അല്ലെങ്കിൽ അവനെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ എടുത്തുകൊണ്ട് വരും. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ഓരോരുത്തരെ പോയി ഇന്ന ആളെ പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ അവൻ പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ അവനൊരു പെണ്ണിനെ പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ പെണ്ണിനെ പിടിച്ചുകൊണ്ട് പോകും. ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ അവൻ പിടിച്ചുകൊണ്ട് വരും. അവന് പറഞ്ഞ് അങ്ങോട്ട് വിട്ടാൽ മതി. അപ്പോൾ ഒരു പട്ടി പോയി ഒരാളെ കടിച്ചുകൊണ്ട് വരുന്നത് പോലെ ഇങ്ങനെ കൊണ്ടിരുന്ന അവസ്ഥയിലൊക്കെ ലോകം എത്തപ്പെടും. ഇതൊക്കെ വലിയ ദുരന്തങ്ങൾ മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കാൻ വരുന്നേക്കാൾ വലിയ തകർച്ചകളും വലിയ ഭയാനകമായ സംഭവങ്ങളും ലോകത്ത് സംഭവിക്കുമ്പോൾ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് വരും. അത് 33 യുഗാന്ത്യത്തിലേക്ക് വരികയാണ്. അതുകൊണ്ട് കർത്താവ് വന്നിരിക്കുന്ന ഈ സംഭവങ്ങൾ ഇതിൽ കൂടുതൽ നമുക്ക് വ്യക്തമായിട്ട് പറയാനും പറ്റില്ല. കാരണം ചിലപ്പോൾ നമുക്കിങ്ങനെ ഇത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ, ഇതിനപ്പുറത്തേക്കും പറയാനുണ്ട്. പക്ഷേ നമ്മൾ ചിന്തിക്കണം, ഈ സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവർ, ക്രിസ്തുവിനെ സ്നേഹിച്ച് ബഹുമാനിച്ച് നിൽക്കുന്നവർ, ക്രിസ്തുവിൻ്റെ വിശുദ്ധിക്ക് വേണ്ടി നിലനിൽക്കുന്നവർ, ക്രിസ്തുവിൻ്റെ മഹത്വത്തെ ഓർത്ത് എല്ലാം സഹിക്കുന്നവർ, ക്രിസ്തുവിൻ്റെ നിയമങ്ങളും തത്വസംഹിതകളും ആശയങ്ങളും ഓർത്ത് പരിശുദ്ധാത്മാവുകൊണ്ട് നിറഞ്ഞ് വിശുദ്ധിയിൽ, ജ്ഞാനത്തിൽ, വിവേകത്തിൽ, നീതിബോധത്തിൽ ആയിരിക്കുന്ന വ്യക്തികളെ സർവശക്തനായ ഈശോ സംരക്ഷിക്കുകയും തന്നെ നിത്യത്തിലേക്ക് ചേർത്ത് വയ്ക്കുകയും ചെയ്യും. അങ്ങനെ ഭൂമിയെ കർത്താവ് ഒന്ന് പാതാളമായും ഒന്ന് സ്വർഗമായും മാറ്റപ്പെടുന്ന, വിഭജിക്കപ്പെടുന്ന ആ സത്യം അടുത്തെത്തി. ഇനി ഇതൊന്നും ഒരു 1000 വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു 200 വർഷം കഴിഞ്ഞിട്ടൊന്നൊരു സങ്കല്പമല്ല. ഇത് വിരലിലെണ്ണുന്ന കാലഘട്ടങ്ങളിലേക്ക് എത്തി. വിരലിലെണ്ണാം, 1, 2, 3, 4, 5 എന്ന് എണ്ണാവുന്ന രീതിയിൽ ചുരുങ്ങിയ കാലഘട്ടത്തിലേക്ക് ലോകം എത്തപ്പെട്ടു എന്ന യാഥാർത്ഥ്യത്തെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കുക, ഒരുങ്ങുക. നമുക്ക് വിശ്വസിക്കാൻ താല്പര്യമില്ല, ഒരുങ്ങാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിച്ചുകൊള്ളുക. അതിനകത്ത് ആർക്കും ഒരു പരാതിയില്ല. നമ്മൾ നശിച്ചാലും മറ്റുള്ളവർക്ക് പരാതിയില്ല. നമ്മൾ രക്ഷപ്പെട്ടാൽ അത് നല്ലത്, അതാണല്ലോ നല്ലത്, നന്മയും. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം കൺമുമ്പിലെത്തി. വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ സംഭവങ്ങളും, ഓരോ ലക്ഷണങ്ങളും, ഓരോ സംഭവങ്ങളും ലോകത്ത് സംഭവിച്ച് അത് കൺമുമ്പിൽ നമ്മുടെ കാണുകയാണ്. ഇപ്പോൾ മിസൈൽ അപ്പോൾ പന്തം പോലെ പ്രകാശിക്കും, മിന്നൽ പോലെ പായുകയും ചെയ്യുന്നു എന്ന് മിസൈൽ സെഫാനിയുടെ പുസ്തകത്തിൽ എഴുതി വെച്ചു. എന്നാൽ ആ വസ്തു എന്താണെന്നുള്ള ഇപ്പോൾ നമുക്ക് മിസൈലാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അവർ യന്ത്രം മുട്ടിക്കൊണ്ട് ഇടിച്ചു തകർക്കും എന്ന് പുസ്തകമുണ്ട്. അപ്പോൾ അത് ഇന്ന് JCB പോലത്തെ സാധനമാണെന്നും യുദ്ധ ടാങ്കുകളാണെന്നും ഇപ്പോൾ നമുക്ക് മനസ്സിലായി. എന്നതുപോലെ ഈ പ്രതിമയെപ്പറ്റി പറഞ്ഞപ്പോൾ മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ജീവശാസ്ത്രം വരാൻ അനുവാദം നൽകപ്പെട്ടു എന്ന് ഈ വെളിപാട് ഗ്രന്ഥത്തിൽ 13:14 എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ എടുത്ത് വായിച്ചാൽ ഒന്നും മനസ്സിലാവില്ലായിരുന്നു. പക്ഷേ ഇന്ന് യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ കൺമുമ്പിൽ അത് റോബോട്ടുകളാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചു. പിന്നെ സർപ്പാരാധനയെ സംബന്ധിച്ചുള്ള ഇതിൻ്റെ രീതിയിലുള്ള, അതുപോലെ തന്നെ മറ്റ് ചില സർപ്പാരാധനകളുടെ ഭൂമിയിൽ വരുന്നുണ്ട്. വിവാഹമില്ലാതെ തന്നെ വിവാഹത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടുന്ന സ്റ്റാളുകൾ വരും ലോകത്ത്. അത് ഈ 2030 കാലഘട്ടമൊക്കെ ആകുമ്പോഴത്തേനും വരും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. നമുക്ക് വിവാഹം കഴിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ വിവാഹത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഇപ്പം തന്നെ അത് സംഭവിക്കുന്നുണ്ട് ലോകത്ത്.
അതിൽ തന്നെ അത് സമൂഹത്തെ ഒരു ഒരു മാന്യമായ അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് എവിടുന്നും പേടിക്കാതെ ചെയ്യാവുന്ന രീതിയിൽ, ഇന്ന് ഒളിച്ചാൽ ചെയ്യുന്നെങ്കിൽ നമുക്ക് പേടിക്കാതെ ധൈര്യമായിട്ട് നമ്മളൊരു സ്റ്റാളിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങി പോരുന്ന പോലെ നമുക്ക് പോരാനുള്ള സംവിധാനങ്ങളൊക്കെ പൊതുവായിട്ട് വരും. അതൊക്കെ ലോകം അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് വരും. ആ സമയത്തൊന്നും നമ്മുടെ കത്തോലിക്ക സഭ ഇതിന് പ്രതികരിക്കാൻ ശ്രമിക്കാറില്ല. അതിൻ്റെ കർത്താവ് വന്നിരിക്കുന്ന വേറൊരു സംഭവമുണ്ട്. ഈ മൃഗത്തെ പോലെ ആരുണ്ട്, ഇതിനോട് പോരാടാൻ ആർക്ക് കഴിയും? അതും കൂടെ പറഞ്ഞിട്ടുണ്ട്. വെളിപാട് 13:4 പറഞ്ഞിട്ടുണ്ട്, ഈ മൃഗത്തെ പോലെ ആരുണ്ട്, ഇതിനോട് പോരാടാൻ ആർക്ക് കഴിയും? അത് ഈ സംവിധാനത്തോട് പോരാടാൻ കത്തോലിക്ക സഭ ഇപ്പം തന്നെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ സഭ ശൂന്യമായി ഇപ്പം തന്നെ ശൂന്യമായി തീർന്നത്. ശൂന്യമായ കത്തോലിക്ക സഭ, 140 കോടി വരുന്ന ജനം, ശൂന്യമായ 140 കോടി ജനം എന്നുള്ള അവസ്ഥയിലേക്ക് ശൂന്യമായി ഇപ്പോൾ തന്നെ വന്നു. ഇപ്പോൾ നന്മ പറഞ്ഞ് പഠിപ്പിക്കാനോ, അല്ലെങ്കിൽ ഇതിൻ്റെ എസേക്കിയാസ് പറയുന്നത് അവർ നന്മയും തിന്മയും അശുദ്ധിയും വിശുദ്ധിയും തമ്മിൽ വേർതിരിച്ച് പഠിപ്പിക്കുന്നില്ല എന്ന് എസേക്കിയാസ് പറയുന്നുണ്ട്. എന്ന പോലെ ഒരു വേർതിരിച്ചുള്ള പഠനം ഇപ്പോൾ നടക്കുന്നില്ല. അപ്പോൾ തന്നെ അതിൽ തന്നെ നമുക്കറിയാം, പിന്നെ കുറച്ച് സുവിശേഷം കേൾക്കുന്നു, അത് യൂട്യൂബുകൾ കേൾക്കുന്ന സുവിശേഷം എന്ന് പറയുന്നത് പലരുടെ സുവിശേഷം, അതിനകത്തൊരു നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. എന്നാൽ നമ്മുടെ സഭാതലത്തിലുള്ള പഠനം, ഒരു ബൈബിളിൻ്റെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയോ, അല്ലെങ്കിൽ സുവിശേഷം മുതൽ വെളിപാട് വരെയോ, എന്താണ് നിത്യജീവൻ, എങ്ങനെയാണത് പ്രാപിക്കുക എന്നുള്ളതിൻ്റെ വ്യക്തമായ ധാരണയോ പഠനമൊന്നും നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് ധാരണയുമില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു സംഭവം നടക്കുന്നത്, യേശുവിൻ്റെ വരന സമയത്തുള്ള അപകടങ്ങളും പ്രശ്നങ്ങളിൽ നിന്ന് സംരക്ഷണം നേടുവാൻ നമുക്കറിയത്തില്ല. നമ്മൾ അതിൽ പെട്ടുപോയാൽ, സാത്താൻ്റെ കെണിയിൽ പെട്ടുപോയാൽ പിന്നെ രക്ഷിക്കുവാനോ രക്ഷപ്പെടാനോ നമുക്ക് സാധിക്കില്ലാത്ത അവസ്ഥയും പരമസത്യമാണ്. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, ഇത്തരം ക്ലാസ്സുകളിൽ കൂടെ നിങ്ങൾ വചനം എടുത്ത് വായിക്കുക. എന്നെപ്പോലുള്ള അല്ലെങ്കിൽ ഇതുപോലെ തത്തുല്യമായ ക്ലാസ്സുകൾ നിങ്ങൾ കേട്ട് ശ്രദ്ധാപൂർവ്വം ഒരുങ്ങി കാത്തിരിക്കുക യേശുവിന് വേണ്ടി. അപ്പോൾ കർത്താവ് സംരക്ഷിച്ചോളൂ. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് അതുകൊണ്ട് പറയുകയാണ്, ഇതിനോട് പോരാടാൻ ആർക്കും പോരാടി തോൽപ്പിക്കാൻ പറ്റിയില്ല. കാരണം ഇതൊരു വേൾഡ് ശക്തിയാണ്, ഒരു ലോകശക്തിയാണിത്. അത് ആ ലോകശക്തിയുടെ പിന്നിൽ പുറകിലുള്ളത് ഒറിജിനൽ സാത്താനാണ്. അത് പാതാളമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അതിലെ പ്രിയ സഹോദരങ്ങളെ, അതിനെ നശിപ്പിക്കുക എന്നുള്ളത് കർത്താവ് യേശു ക്രിസ്തുവിന് മാത്രമേ അതിനെന്തെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ. നമുക്ക് ചെയ്യാൻ കഴിയുന്നതും ഇതിനകത്ത് പെട്ടുപോകാതെ യേശുവിൻ്റെ കൂടെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക, യേശുവിൻ്റെ കൂടെ ജീവിക്കുക. അത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനാൽ നമ്മുടെ കണ്ണ്, കാത്, ചെവി, നാക്ക്, മൂക്ക്, ത്വക്ക്, ചിന്തകൾ, ബുദ്ധിപരമായ കാഴ്ചപ്പാടുകൾ എല്ലാം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് സസൂക്ഷ്മം പഠിച്ച് പരിശുദ്ധി കൊണ്ട് നിറഞ്ഞ് വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനമനുസരിച്ച് ജീവിച്ചാൽ നമുക്കൊരു നിത്യജീവൻ്റെ ആനന്ദമുണ്ടെന്ന് മാത്രമല്ല, ഈ വരാനിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നൊരു രക്ഷ കൂടി നമുക്ക് കിട്ടും. ഒപ്പം നിത്യത എന്ന പരമയാഥാർത്ഥ്യം നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ ഇതിനകത്ത് പെട്ടുപോയിച്ച് ഒന്ന് ഊരി രക്ഷപ്പെടാം, ഒന്ന് പുറത്തേക്ക് ചാടാം, ഒന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് നോക്കാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും രക്ഷിക്കാനും ആരും കൂടെ ഉണ്ടായിരിക്കില്ല, സ്വയം രക്ഷപ്പെടാൻ പറ്റുകയുമില്ല. പെട്ടെന്ന് തന്നെ. അതിനെ പല സഹോദരങ്ങളെ വളരെ ശ്രദ്ധാപൂർവ്വം സൂക്ഷിച്ച് നമ്മൾ ജീവിക്കുക, അല്ലെങ്കിൽ അപകടം തൊട്ടുമുമ്പിലാണ്. കാരണം സൊദോം ഗൊമോറ ഇങ്ങെത്തിക്കഴിഞ്ഞു. അതിനുള്ള പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും സഹായിക്കുകയും രക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനായിട്ട് നമുക്ക് ആത്മീയമായിട്ട് ഒരുങ്ങാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനം എന്നെ വിശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറഞ്ഞു നിൽക്കട്ടെ. ജ്ഞാനവും നീതിയും സത്യസന്ധതയും പരിശുദ്ധാത്മാവിൻ്റെ രൂപത്തിൽ എൻ്റെ ഹൃദയത്തിൽ വസിക്കുമാറാകട്ടെ. അങ്ങനെ ഞാനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൽ നിത്യജീവനിലേക്ക് എടുക്കപ്പെടാൻ ഇടയാകുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.